പ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നുവെന്ന് ഇറാൻ സൈന്യം. മേഖലയിൽ ഇറാനിയൻ കപ്പലുകൾക്ക് മേലുള്ള US ഉപരോധം പിൻവലിക്കാത്തതാണ് തീരുമാനം. പഴയപടി IRGCയുടെ കർശന നിയന്ത്രണം ഹോർമുസിൽ തുടരുമെന്ന് റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ വെടിനിർത്തൽ കാലയളവ് നീട്ടിയേക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാനുള്ള ഇറാൻ സൈന്യത്തിൻ്റെ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? ടോം, വലിയൊരു ആശ്വാസത്തിന് പിന്നാലെ ഇപ്പോൾ ആശങ്കാജനകമായിട്ടുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഇപ്പോൾ പൂർണ്ണമായി അടയ്ക്കാനൊരുങ്ങുകയാണ്. US-ന്റെ ഉപരോധം പിൻവലിക്കാത്തത് കാരണമാണ് ഇറാൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് വിവരം. IRGC ആണ് ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുന്നു എന്നുള്ള വാർത്താക്കുറിപ്പ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ പാർലമെന്ററി സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ഈ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കും എന്നുള്ള ഭീഷണി നടത്തിയിരുന്നു. അതായത് US-ന്റെ ഉപരോധം ഇപ്പോഴും ഹോർമുസ് കടലെടുക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇറാനിയൻ കപ്പലുകളെ അവർ തടഞ്ഞു വരുന്നു. ഇറാനിയൻ കപ്പലുകളെ മേഖലയിലൂടെ സുഗമമായി യാത്ര ചെയ്യാൻ അനുവദിക്കാതിരുന്നാൽ ഹോർമുസ് കടലെടുക്ക് തടയും എന്നതായിരുന്നു മുഹമ്മദ് ബാഖർ ഖാലിബാഫിന്റെ ഭീഷണി എന്ന് പറയുന്നത്. ഈ ഭീഷണി വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഇപ്പോൾ IRGC ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് അവർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവന അനുസരിച്ച് ഹോർമുസിൽ പഴയ സ്ഥിതി തുടരും. IRGCയുടെ കർശന നിയന്ത്രണം ഹോർമുസിൽ ഉണ്ടാകും. കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് IRGC നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഹോർമുസ് കടലിടുക്ക് തുറന്നതിന് പിന്നാലെ നിരവധി യാത്രാ കപ്പലുകൾ അടക്കം മേഖലയിലൂടെ കടന്നുപോയിരുന്നു. ഒരു ക്രൂയിസ് കപ്പൽ അടക്കം കടന്നുപോകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നേരത്തെ വാണിജ്യ കപ്പലുകൾ അതുപോലെ ചരക്കുകൾ നീക്കം ചെയ്യുന്ന കപ്പലുകളെ മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നത്. ഈ സംഘർഷങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇതുതന്നെയായിരുന്നു സ്ഥിതി. എന്നാൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നു എന്നുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ പുറത്തിറക്കിയതിന് പിന്നാലെ ഒരു ക്രൂയിസ് കപ്പൽ ഉൾപ്പെടെ മേഖലയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടയുകയാണ്. വീണ്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇറാന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായിരുന്നു. ട്രംപ് തന്നെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നു എന്ന് ആദ്യം പ്രഖ്യാപിച്ചത്. വലിയ രീതിയിലുള്ള ഒരു പിന്നീട് പ്രതികരണങ്ങൾ അതിനുശേഷം ഉണ്ടായി. നിരവധി ലോകരാജ്യങ്ങൾ ഹോർമുസ് കടലെടുക്ക് തുറന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. UK, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് ഇത് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസ്താവനയുണ്ടായിരുന്നു. അതുപോലെ ചൈനയുടെ പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ് ഇതിൽ സന്തുഷ്ടവാനാണെന്ന് ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഈ ഹോർമുസ് തുറന്നതിന് പിന്നാലെ ചൈനയിൽ നടക്കാനിരിക്കുന്ന തൻ്റെയും ഷീ ജിൻപിങ്ങിൻ്റെയും കൂടിക്കാഴ്ച അത് വളരെ ഊഷ്മളമായിരിക്കുമെന്നും ട്രംപ് ട്രൂ സോഷ്യൽ കുറിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ട്രംപ് തന്നെയാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ US-ന്റെ ഉപരോധം തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ട്രംപ് കഴിഞ്ഞ ദിവസം തൻ്റെ സ്വകാര്യ എയർഫോഴ്സ് വിമാനത്തിനകത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണെങ്കിലും അതിനു മുൻപേ ഒരു സ്റ്റേജ് ഷോയിൽ പ്രതികരിച്ചപ്പോഴാണെങ്കിലും ഹോർമുസ് കടലിടുക്കിൽ US-ന്റെ ഉപരോധം തുടരും എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ട്രംപ് സൂചിപ്പിച്ചിരുന്നത് ഹോർമുസ് കടലിടുക്കിൽ US-ന്റെ ഉപരോധം തുടരും. ഇറാനുമായി ഒരു ഡീലിൽ എത്തിച്ചേരുന്നത് വരെ ഈ US-ന്റെ ഇത്തരം ഉപരോധങ്ങൾ നിലനിൽക്കും എന്ന് തന്നെ ട്രംപ് വളരെ കടുത്ത ഭാഷയിൽ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് ഉപയോഗിച്ച ഈ കടുത്ത ഭാഷയ്ക്ക് ചുട്ട മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ട്രംപ് ഉന്നയിച്ച വീരവാദങ്ങളെല്ലാം മടക്കിക്കെട്ടുന്ന രീതിയിൽ, ലോകരാജ്യങ്ങളുടെ എല്ലാം പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചിരിക്കുകയാണ്. ഇതോടെ US-ന് മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നതിന് പിന്നാലെ ട്രംപിന്റെ വീരവാദങ്ങളായിരുന്നു US-ന്റെ ഉപരോധം തുടരും, ഇറാന് മേൽ സമ്മർദ്ദം തുടരും, ഒരു കരാറിൽ എത്തിച്ചേരുന്നത് വരെ US-ന്റെ ഉപരോധം അവസാനിപ്പിക്കില്ല എന്നൊക്കെ. അപ്പോൾ ഈ ട്രംപിന്റെ അതാണോ ഇറാനെ പ്രകോപിപ്പിച്ചത്? നമുക്കറിയാം, ഈ ഇറാനെതിരെ ഇസ്രായേൽ US സഖ്യം ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചതാണ്. ഏകദേശം 1.5 മാസത്തോളം അടഞ്ഞു കിടന്നാണ്. പിന്നീടാണ് ഹോർമുസ് തുറന്നത്. അതിനിടെ IRGCയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രം അതിന് അനുമതി ലഭിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ആ വഴി കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ട്രംപിൻ്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണോ ഇറാൻ വീണ്ടും ഈ രീതിയിലുള്ളൊരു നടപടിയിലേക്ക്, ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്?
തീർച്ചയായിട്ടും ട്രംപ് തുടർച്ചയായി തന്നെ അത്തരം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഇപ്പോൾ US-ന്റെ ഉപരോധം മേഖലയിൽ തുടരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇപ്പോൾ അവർ ഒരു കണക്കുൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഏപ്രിൽ 13-നായിരുന്നു US-ന്റെ ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 21ഓളം ഇറാനിയൻ കപ്പലുകളെ തിരിച്ച് ഇറാന്റെ തീരത്തേക്ക് തന്നെ അയച്ചതായിട്ട് സെൻട്രൽ കമാൻഡ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാന് മേലുള്ള US-ന്റെ ഉപരോധം തുടരും, ഇറാനുമായി ഒരു ഡീലിലെത്തിച്ച് ചേർന്നാൽ മാത്രമേ ഈ ഉപരോധം പിൻവലിക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം ഈ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ സ്വകാര്യ എയർഫോഴ്സിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോഴും ട്രംപ് പറഞ്ഞത് ഹോർമുസിൽ US-ന്റെ ഉപരോധം തുടരും എന്നതാണ്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് ട്രംപ് മറ്റൊരു പ്രസ്താവന കൂടി നടത്തി. അതായത് ഇപ്പോൾ ഇനി ഇറാനുമായിട്ടുള്ള അടുത്ത ഘട്ട ചർച്ചയിൽ ഒരു സമവായത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ US ഇറാന് മേൽ പ്രഖ്യാപിച്ചിരുന്ന വെടിനിർത്തൽ നീട്ടി നൽകിയേക്കില്ല എന്നുള്ളൊരു ഭീഷണി കൂടി ട്രംപ് മുഴക്കുകയുണ്ടായി. ഇപ്പോൾ US-ഉം ഇറാനും തമ്മിൽ നിശ്ചയിച്ചിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി എന്തായാലും ഇറാൻ ആ രീതിയിലൊരു കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ അത് സ്വാഭാവികമായി മറ്റ് രാഷ്ട്രങ്ങളെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്.